കാര്യം ബൈബിളിൻ്റെ മുഴുവൻ സ്ട്രക്ചറിൽ ഞാൻ എപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന പൊതു നിലപാടുകൾ നോക്കും. രക്ഷാകരമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം കൈക്കൊള്ളുന്ന ഒരു പൊതു നയമുണ്ട്. അതിൻ്റെ അകത്ത് ആ നയത്തിൽ വരണതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇല്ലേ? ആ വചനം ആൾക്കാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ ഉടമ്പടി എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം കോട്ട് ചെയ്യും. കാര്യം എന്താണ്? മെറിറ്റ്സിൽ അവരവലംബിച്ചിരുന്നെങ്കിൽ അവരൊന്നും ഒരിടത്തും എത്തത്തില്ലായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും പവർഫുള്ളാണ് ഈ വചനമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്ന വചനം ഇതാണ്: നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയത്തിൽ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയോ അതിന് ശ്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളാകാം, നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയാകാം, നമ്മളാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. അപ്പം സഹായിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടെന്ന് ഉള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിള് നമുക്ക് വേണ്ടി വെളിപാട് കൊണ്ടിരിക്കുന്നത്. എന്താണ് ബൈബിൾ പറയണത്? നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. സങ്കീർത്തനം 121:1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം സഹായം എന്നുള്ള വിഷയം ഉടമ്പടി എപ്പോഴും നോക്കണത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള സഹായം എത്തെയാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. ആ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്. എങ്ങനെ വെച്ചാൽ നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാന വചനം ഉണ്ടല്ലോ, അതായത് എഫെസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ഇത് നേടിയെടുക്കണത് കൊണ്ട് അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് റാങ്ക് വാങ്ങിക്കത്തില്ല, അത് മെറിറ്റ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഡൽ എടുത്ത് വന്നതിൻ്റെ വെച്ചാൽ ഞാൻ സെക്കൻഡ് റാങ്ക് എൻ്റെ ഫസ്റ്റ് റാങ്ക് ആകാൻ പറ്റില്ല, ഞാൻ വിഷയം മറന്നുപോയി. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. PSC ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരത്തിയാണ്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അതല്ല പ്രശ്നം. ഇപ്പം ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നുവെന്ന്